പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദാനിയേലിൻ്റെ പ്രവചനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസൻ ആയിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. ആ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഉന്നത അധികാരത്തിൽ വിരാജിച്ച ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ. ഭക്തനായിരുന്നു, ഒരർത്ഥത്തിൽ അടിമയായിരുന്നു. പക്ഷേ തനിക്ക് ഗവൺമെൻറ് സർവീസിൽ പ്രവേശിക്കുവാൻ ഭാഗ്യമുണ്ടായി. എന്നാൽ തന്നെ ഉയരാനുള്ള കാരണം ഇവിടെ വായിക്കുന്നത് തന്നെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആണ് എന്നല്ല വായിച്ചത്. ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നു. ഉത്കൃഷ്ടമാനസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികവുള്ള ഒരു ഹൃദയം. എക്സലൻസ്, ഹി വാസ് എക്സലൻറ്റ്. ഓക്കെ, കാര്യങ്ങൾ ഭംഗിയായിട്ട് വിശിഷ്ടമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അങ്ങനെ ആയിരുന്നത് കൊണ്ട് ദാവീദ് മറ്റ് ദേശാധിപതിമാർ, ഗവർണർമാരിൽ വിശിഷ്ടനായി വിളങ്ങി, ശോഭിച്ചു, ഷൈൻ ചെയ്തു. അതുകൊണ്ട് രാജാവ് അവനെ സർവ്വരാജ്യത്തിനും, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ബൈബിൾ വായിക്കുമ്പോൾ എക്സലൻ്റ് സ്പിരിറ്റുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. എക്സലൻ്റ് സ്പിരിറ്റ്. അവരെപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ഡിസ്റ്റിങ്ക്വിഷ്ഡാണ്. അവരുയർന്ന അനുഭവങ്ങളിൽ അവർ ആയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് ഉള്ളതായ ഒരു സ്പിരിറ്റാണ്. ഓക്കെ, ഒരു ആവറേജ് അനുഭവത്തിൽ പോകുവാനാണോ നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത്? ഒരു ആവറേജ് പോകണം. പല പ്രിയപ്പെട്ടവരും ബിലോ ആവറേജാണ്. അധികം ആഗ്രഹിക്കുന്നത് എക്സലൻ്റ് ആയിരിക്കണം, എബോ ആവറേജ് ആയിരിക്കണം. അത് നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടണം, ആരാധനയിൽ അത് വെളിപ്പെടണം, കൊടുക്കുന്ന കാര്യത്തിൽ അത് വെളിപ്പെടണം, സുവിശേഷ വേലയിൽ അത് വെളിപ്പെടണം എന്ന് വേണ്ട. നാം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ അസൈൻമെൻറ്റിലും വി നീഡ് ടു ബി എക്സലൻറ്റ്, വിശിഷ്ടനായിരിക്കണം. ഓക്കെ, അത് ചുമ്മാതൊന്നും വരികയില്ല. അതിനും ബൈബിളിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. റോമാലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തണം. ഓക്കെ, ദൈവം അറിയുന്ന വ്യക്തി മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. അങ്ങനെ രൂപാന്തരപ്പെടുത്തിയാൽ മാത്രമേ ഒരു എക്സലൻ്റ് സ്പിരിറ്റ്, ഒരു വിശിഷ്ട ഹൃദയം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ജീവിതത്തിനകത്ത് ഡിസിപ്ലിൻ വേണം. സദൃശവാക്യത്തിൽ പറയുന്നു, സദൃശവാക്യം 12:24 വായിക്കുന്നു: ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. മടിയനാണെന്ന് വരികിൽ ഊഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. ദൈവമക്കൾ ഉത്സാഹികളായിരിക്കണം. ഓക്കെ, അവർക്ക് അധികാരം അവരെ തേടിയെത്തുവാണ്ടിയെത്തിരും. ദാനിയേലിനെ അധികാരം തേടിയെത്തിയത് കാരണം അവൻ ദൈവകൃപയുള്ള മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഒക്കെ ശരിയാ, പക്ഷേ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ടാണ്, വൈശിഷ്ട്യമേറിയ ഹൃദയത്തിന് ഉടമയായിരുന്നത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ദാവീദിനെ പറ്റി വായിക്കുമ്പോൾ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായി രാജാവ്, ഉന്നതനായി തീർന്നു. അദ്ദേഹത്തെപ്പറ്റി 78-ാം സങ്കീർത്തനം അവസാന വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 72-ാം വാക്യത്തിൽ വായിക്കുന്നു: അങ്ങനെ അവൻ
പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ഇത് ആടിനെ മേയ്ക്കുന്ന കാര്യമാണോ? ആടിനെ മേയിച്ച് ആരംഭിച്ചു, പിന്നെ ദൈവത്തിൻ്റെ ജനത്തെ മേയിച്ചു. ആടിനെ മേയ്ക്കുന്നതിൽ തനിക്ക് പരമാർത്ഥ ഹൃദയമുണ്ടായിരുന്നു. ഒരാടിനെ സിംഹം കൊണ്ടുപോയപ്പോൾ, ഒരാടിനെ കരടി കൊണ്ടുപോയപ്പോൾ അത് പോട്ടെ എന്ന് വിചാരിച്ചില്ല. അവൻ്റെ ശമ്പളമോ കൂലിയോ അല്ല നോക്കിയത്. ആടിനെ മേയ്ക്കുന്ന കാര്യത്തിനകത്ത് ഒരു പരമാർത്ഥ ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ആടായി ജനത്തെ മേയ്ക്കുന്നതിനകത്തും ഒരു പരമാർത്ഥ ഹൃദയം. ഓക്കെ, സ്വന്തം കാര്യമല്ല, മാത്രമല്ല പരമാർത്ഥം മാത്രമല്ല, കൈമിടുക്ക് എന്ന് പറഞ്ഞാൽ സ്കിൽഫുൾനെസ്, അതും വേണം. ഇതൊക്കെ ദൈവം തന്നെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ വചനത്തിൽ ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നല്ലൊരു പരമാർത്ഥ ഹൃദയം ഉണ്ടായിരിക്കണം, എക്സലൻ്റ് സ്പിരിറ്റ് ഉണ്ടായിരിക്കണം, ഉത്സാഹം ഉണ്ടായിരിക്കണം, അധികാരിയായി തീരണം, ഉന്നതരായിട്ട് തീരണം. ദാവീദിനെ പോലെ പരമാർത്ഥ ഹൃദയം, അതുപോലെ കൈമിടുക്ക്, സ്കിൽഫുൾനെസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ വെറുതെ വരില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അപ്പോൾ ഒരു ദാഹവും വേണം, ഒരാഗ്രഹം വേണം, എനിക്ക് ഹയർ ലെവലിൽ എത്തപ്പെടണം, കർത്താവിനോട് അധികം എനിക്ക് പ്രയോജനപ്പെടണം. ഒരാഗ്രഹം, ഒരു ദാഹം. ദൈവമേ കർത്താവരെയും അനുഗ്രഹിക്കുമട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.